പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ ഉപയോഗിക്കുന്ന പോൾ മാനേജർ ആൻഡ് ASD മോണിറ്റർ മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റായി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. രണ്ട് ആപ്ലിക്കേഷൻസും ആൻഡ്രോയിഡ് 7 ആൻഡ് എബോവ് വേർഷനുകളിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ട്രയൽ റൺ നടക്കുന്ന സമയത്ത് ആൻഡ്രോയിഡ് 12 ആൻഡ് എബോവ് വേർഷൻ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് വളരെ പുതിയ ഫോണുകളിൽ മാത്രമേയാണ് അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് 7 ആൻഡ് എബോവ് വേർഷനുള്ള എല്ലാ മൊബൈലുകളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഐഫോണുകളിൽ ഈ രണ്ട് ആപ്ലിക്കേഷൻസും ലഭ്യമാവുകയുമില്ല. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ്, സന്ദേശ് ലോഗിൻ ഇതുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും OTP ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഒരുപാട് ആളുകൾ ഒരേ സമയം OTP ആവശ്യപ്പെടുന്നത് വഴി SMS ചാനൽ ബ്ലോക്ക് ആവുകയും അതുവഴി OTP ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ സന്ദേശ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് OTP വരുന്നതാണ്. ഇനി ഡെമോ ലോഗിനുകളെല്ലാം തന്നെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് ട്രയൽ റണ്ണിന് വേണ്ടി നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പോൾ മാനേജറുടെയും ASD ആപ്പിൻ്റെയും ഡെമോ ലോഗിനുകളെല്ലാം തന്നെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക, അതായത് മൂന്നാമത്തെ കാര്യം, ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക പോളിങ്ങിൻ്റെ തലേ ദിവസം, അതായത് ഏപ്രിൽ 25 മാത്രമായിരിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഇലക്ഷൻ്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ലോഗ് ഔട്ട് ചെയ്താൽ മതിയായിരിക്കും. അടുത്തത്, ആക്ടിവിറ്റീസ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഇൻ ASD മോണിറ്റർ ആപ്പ് ഓൺലി ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ ഇൻ പോൾ മാനേജർ ആപ്പ് ഈസ് ആൻസേർഡ് വിത്ത് എ യെസ്. പോൾ മാനേജർ ആപ്ലിക്കേഷനിൽ നമ്മൾ പോൾ സ്റ്റാർട്ടഡ് എന്നുള്ള ക്വസ്റ്റ്യന് യെസ് എന്ന് കൊടുത്താൽ മാത്രമേയാണ് ASD മോണിറ്റർ ആപ്ലിക്കേഷനിൽ വർക്കിംഗ് ആരംഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതായത് ട്രയൽ റണ്ണിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ രണ്ട് ആപ്ലിക്കേഷൻസും അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതുതായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് നാളെ, അതായത് ഏപ്രിൽ 25 ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താങ്ക്